നമസ്കാരം. ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. പലപ്പോഴും പല ആളുകളായിട്ട് മെസ്സേജിലാവട്ടെ അല്ലെങ്കിൽ ക്ലിനിക്കിൽ വരുന്ന സമയത്ത് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ക്രിയാറ്റിൻ സപ്ലിമെന്റുകൾ എടുക്കാവോ എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് ക്രിയാറ്റിൻ എന്നും ക്രിയാറ്റിൻ സപ്ലിമെന്റുകൾ എന്തിനാണ് എടുക്കുന്നതെന്നും എടുത്താലുള്ള ദോഷഫലങ്ങൾ എന്താണ്, എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു അമിനോ ആസിഡ് ആണ്. അത് നമ്മുടെ മസിൽസിന് വേണ്ടിയിട്ടാണെങ്കിലും ബ്രെയിൻ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അമിനോ ആസിഡാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം തരുന്നത് ATP എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിലെ ഫ്യൂൽ കൊടുക്കുന്നത്, നമ്മുടെ ശരീരത്തിലെ പെട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രിയാറ്റിൻ. അപ്പോൾ ക്രിയാറ്റിൻ അല്ലെങ്കിൽ നമുക്ക് ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ കൂടുതൽ ആൾക്കാരും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റുകൾ എടുക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസിൽസ് കൂടുതലായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, കൂടുതൽ ബോഡി ബിൽഡേഴ്സ്, കൂടുതൽ ഓടുന്നവർ അല്ലെങ്കിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരാണ് കൂടുതൽ ക്രിയാറ്റിൻ സപ്ലിമെന്റുകൾ എടുക്കുന്നത്. അപ്പോൾ അവർക്കിടെ മസിൽ സാധാരണ വർക്ക് ചെയ്യുന്ന ഒരാളിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കൂടുതൽ യൂസ് ചെയ്യുന്നു. കൂടുതൽ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ എനർജി വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയാറ്റിൻ സപ്ലിമെന്റുകൾ എടുക്കുന്നത്. പക്ഷേ അവരുടെ ഒരു ബ്ലഡ് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് കൂടി കാണാം. ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാലും ക്രിയാറ്റിനിൻ എന്ന് പറഞ്ഞാലും രണ്ടെണ്ണമാണ്. ക്രിയാറ്റിൻ ആണ് നമ്മുടെ ശരീരത്തിൽ വേണ്ട അമിനോ ആസിഡ്. ക്രിയാറ്റിൻ യൂസ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് ആണ്, അത് കാരണം ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ക്രിയാറ്റിനിൻ. അത് നമ്മുടെ കിഡ്നിയുടെ പുറന്തള്ളപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ കിഡ്നി ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് കൂടി കാണുന്നത്. അപ്പോൾ കിഡ്നിയിൽ ക്രിയാറ്റിനിൻ കൂടി കണ്ടു കഴിഞ്ഞാൽ പല ആളുകളും ടെൻഷൻ ആവാറുണ്ട്. 1.2 കൂടി കഴിയുന്ന സമയത്ത് തന്നെ ആൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, ഇത് പ്രശ്നമാണോ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ടാകും 0.4 മുതൽ 1.4 വരെ ഒക്കെ ആയിരിക്കും അതിൻ്റെ നോർമൽ റേഞ്ച് കാണുന്നത്. ചിലർക്ക് 1.2 വരെയൊക്കെ നമ്മൾ പറയാറുള്ളൂ. പിന്നെ പ്രായം കൂടുന്നതിനനുസരിച്ച് 1.4 വരെ നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റിൽ നോർമലായിട്ട് കണക്കാക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങളില്ല, ചെറിയൊരു പ്രായമാണെങ്കിൽ നിങ്ങൾക്ക് 1.2 അല്ലെങ്കിൽ 1.4 വരെയുള്ളത് നോർമലായിട്ട് കണക്കാക്കാം. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള BP പ്രശ്നങ്ങളുണ്ട്, ഹൈപ്പർ ടെൻഷൻ്റെ മെഡിസിൻ എടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഷുഗർ രോഗികളാണെങ്കിൽ, അതല്ലെങ്കിൽ ഇതേപോലെ ബോഡി ബിൽഡേഴ്സ് ഒക്കെ ആണെങ്കിൽ, കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ക്രിയാറ്റിനിൻ കൂടിക്കണ്ടേക്കാം. അത് നിങ്ങൾ സപ്ലിമെൻ്റ് എടുത്താലും ഇല്ലെങ്കിലും കൂടിക്കണ്ടേക്കാം. കാരണം നിങ്ങൾ മസിൽസ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിക്കുന്ന കാരണം നമുക്കിത് പ്രശ്നം ഉണ്ടാവും. ബാക്കിയുള്ളവർക്കെന്ന് വെച്ചാൽ ഈ അസുഖങ്ങൾ ഉണ്ടാവുന്ന ആളുകൾക്കെന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. കാരണം BP ഉള്ള ആളുകൾ BP നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കിഡ്നി. അപ്പോൾ കിഡ്നിയാണ് ഈ ഒരു ക്രിയാറ്റിനിൻ്റെ ഈ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ഒക്കെ പുറത്ത് തള്ളപ്പെടുന്നത്. അപ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷനിങ് കുറഞ്ഞു വരുന്ന ഒരു കണ്ടീഷനായ BP ഉണ്ടായതുകൊണ്ട് തന്നെ ക്രിയാറ്റിനിൻ്റെ അളവ് ചെറിയ രീതിയിൽ കൂടിയേക്കാം. അതേപോലെ തന്നെയാണ് ഡയബറ്റീസ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ്. അപ്പോൾ ഒരുപാട് കാലമായിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിലും ഷുഗർ ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് ഷുഗർ ഉള്ള ആളുകളിലൊക്കെയാണ്, അല്ലെങ്കിൽ മെഡിക്കേഷൻ എടുക്കാത്ത, അല്ലെങ്കിൽ ഒട്ടും കൺട്രോൾ ചെയ്യാത്ത ആളുകളിലൊക്കെ ക്രിയാറ്റിൻ്റെ അളവ് കൂടി കണ്ടേക്കാം. അതേപോലെ പ്രായമാകുന്നതിനനുസരിച്ചിട്ടാണെങ്കിൽ ചെറിയ ചെറിയ തരത്തിൽ നമുക്ക് ക്രിയാറ്റിൻ്റെ അളവ് കൂടിയേക്കാം. പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാത്ത ആളുകളിൽ എപ്പോഴും കിഡ്നി ഫംഗ്ഷൻ ഒന്ന് കുറഞ്ഞിട്ടാണ് ഉണ്ടാവുക. ആവശ്യത്തിന് വെള്ളം എത്താതിരിക്കുന്ന സമയത്ത് ക്രിയാറ്റിൻ്റെ അളവ് കൂടി കണ്ടേക്കാം. അതേപോലെ ആൻറ്റി ഡിപ്രസൻറ്റ് പോലെയുള്ള മെഡിസിൻ എടുക്കുന്ന ആളുകളിലാണെങ്കിൽ ക്രിയാറ്റിൻ്റെ അളവ് വാരി ചെയ്തേക്കാം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഏത് കാരണം കൊണ്ടാണെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലാണോ, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്. അതേപോലെ ക്രിയാറ്റിൻ ആവശ്യമുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ കൂടുതൽ ബോഡി ബിൽഡേഴ്സിന്, അതേപോലെ തന്നെ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് നമുക്കിത് ആവശ്യമുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല. നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൂടുതൽ അളവിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ കിഡ്നി ഫംഗ്ഷൻസ് കുറയും. അത് കാരണം ക്രിയാറ്റിനിൻ്റെ അളവ് കൂടിയേക്കാം, എന്ന് വെച്ചാൽ കിഡ്നിയുടെ ഫംഗ്ഷനിങ് കുറഞ്ഞു വന്നേക്കാം. അപ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, നമ്മൾക്ക് കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ നോക്കണം. അല്ലാത്ത ഒരാളുകളിലാണ് വർക്കൗട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ മസിൽസിന് എന്തിനാണ് നമുക്ക് എനർജിയുടെ ആവശ്യം? അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ എടുക്കാതിരിക്കുക. പകരം ആവശ്യത്തിന് മാത്രം. നിങ്ങൾ ട്രെയിനേഴ്സ് ആണെങ്കിലും പറയുന്നത്, ഒരു ക്വാളിഫൈഡ് ട്രെയിനർ ആണെങ്കിൽ, പല ആളുകളും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കില്ല. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ നിങ്ങളുടെ അടുത്ത് ഇതാണ് എടുത്തോളൂ എന്ന് പറയുകയാണ്. ഒരു അളവ് പറയുന്നതിന് കൂടുതലായിട്ട് നിങ്ങൾ എടുക്കാൻ പാടില്ല. പലപ്പോഴും ഈ ക്രിയാറ്റിൻ സപ്ലിമെന്റുകൾ അമിതമായിട്ട് എടുക്കുന്ന കാരണം കിഡ്നിയിൽ ബുദ്ധിമുട്ടുണ്ടായേക്കാം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ക്രിയാറ്റിൻ സപ്ലിമെന്റ് എടുക്കുക. റീസെൻ്റ്ലി എന്തെങ്കിലും ഇൻഫെക്റ്റീവ് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറിയതിന് ശേഷം മാത്രം സപ്ലിമെന്റ് എടുക്കുക. കാരണം ലിവറിൽ അധികം ടോക്സിൻ ഉണ്ടാകാൻ പാടില്ല, അതേപോലെ തന്നെ കിഡ്നിയിൽ ടോക്സിസിറ്റി കൂടാൻ പാടില്ല. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അമിതമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ക്രിയാറ്റിനിൻ എടുത്തുകൊണ്ടേ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യരുത്.
കാരണം വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ അളവിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ക്രിയാറ്റിനിൻ്റെ അളവ് കൂടിയിട്ടുണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സപ്ലിമെൻറ്റും കൂടെ എടുക്കുന്ന സമയത്ത് വീണ്ടും അത് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ടാകും. അപ്പോൾ അമിതമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതും അമിതമായിട്ട് എടുക്കുന്നതും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ക്രിയാറ്റിനിൻ കൂടി കണ്ടു കഴിഞ്ഞാൽ ചില ആൾ ഭയങ്കര പാനിക് ആവും. ഇതെനിക്ക് എന്തോ കിഡ്നിയുടെ പ്രശ്നമാണോ എന്നുള്ളത്. പാനിക് ആവേണ്ട കാര്യമില്ല. ഇതിൽ ഏതെങ്കിലും പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ നിങ്ങൾ ക്രിയാറ്റിൻ സപ്ലിമെന്റ് എടുക്കുന്നത് കൊണ്ടാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ ക്രിയാറ്റിൻ സപ്ലിമെന്റ് എടുക്കുന്ന ആളുകളിൽ ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് കൂടുതലായിരിക്കും കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ആളുകളെ നോക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ മെഡിക്കേഷൻസിന്റെ ആവശ്യമോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണ രീതി കൂടെ ഫോളോ ചെയ്യണം. കൂടുതലായിട്ട് പ്രോട്ടീൻ കഴിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രീതിയിൽ സപ്ലിമെന്റുകൾ എടുക്കുന്നത് ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ കൂടുതൽ സപ്ലിമെന്റ് എടുത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ ബോഡി ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ മസിൽ ഗ്രോത്ത് ഒന്നും ഉണ്ടാകത്തില്ല. ആവശ്യമുള്ളത് മാത്രം എടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. ഈ രീതിയിലൊക്കെ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ ക്രിയാറ്റിൻ സപ്ലിമെന്റ് എടുക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുവാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിർബന്ധമായിട്ടും തേടേണ്ടതാണ്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.